പശ്ചിമ ബംഗാളിൽ മമതയുടെ കിരാത ഭരണത്തിന് ഇന്ന് അന്ത്യം കുറിക്കുകയാണ്. ബംഗാളിൽ ബി.ജെ.പി. വിജയിച്ചതിന് ശേഷമാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങുന്നത്. അല്ലെങ്കിൽ എപ്പോഴും തൃണമൂൽ ഗുണ്ടകൾ രാത്രി വന്ന് വീട് കയറി കത്തിക്കും, വീട് ആക്രമിക്കും, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ തൃണമൂൽ ഗുണ്ടകളെ അടിച്ചോടിക്കുന്ന ഒരു രീതിയാണ് പശ്ചിമ ബംഗാളിൽ കാണുന്നത്. പശ്ചിമ ബംഗാൾ ഇനി പുതിയൊരു സംസ്ഥാനമായി മാറുകയാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഗുണ്ടാ പ്രവർത്തനങ്ങളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. അതായത് യോഗി ആദിത്യനാഥ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് യു.പിയിൽ എത്തിയതിനു ശേഷമാണ് ഉത്തർപ്രദേശ് മൊത്തത്തിലൊന്ന് മാറിയത്. അവിടെ ഗുണ്ടകളോട് ആദ്യമേ തന്നെ യോഗി ആദിത്യനാഥ് ഒരു വാണിംഗ് പറഞ്ഞു: ഒതുങ്ങിക്കോളൂ, അനുസരിച്ചോളൂ, സർക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവിടെ ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, എന്തെങ്കിലും ഗുണ്ടാ പ്രവർത്തനങ്ങളുമായി നടന്നു കഴിഞ്ഞാൽ സ്ഥിതി വഷളാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഗുണ്ടകളൊന്നും കേട്ടില്ല. അതോടുകൂടി യോഗി ആദിത്യനാഥ് ബുൾഡോസറുമായി ഇറങ്ങി അവിടെ ഗുണ്ടകളുടെ സകല കെട്ടിടങ്ങളും അവരുടെ സകല ഏർപ്പാടുകളും തകർത്ത് തരിപ്പണമാക്കി എല്ലാ ഗുണ്ടകളെയും പിടിച്ച് അകത്തേക്ക് ഇടുന്ന ഒരു രീതി ഉണ്ടായി. അതോടുകൂടി യു.പിയുടെ മുഖം മാറി. ഇനിയിപ്പോൾ പശ്ചിമ ബംഗാളിലും അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. സകല അഴിമതികളും സകല ഗുണ്ട സംഘങ്ങളെയും മൊത്തത്തിൽ ഇനി ബി.ജെ.പി. പുതിയ മുഖ്യമന്ത്രിയായ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരി ചാർജ് എടുക്കുന്നതോടുകൂടി അധികാരത്തിലേക്ക് വരുന്നതുകൂടി ആ ഒരു മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാണ് യു.പിയിൽ നിന്നും ഏകദേശം ഒരു 200ഓളം ബുൾഡോസറുകൾ ട്രെയിനിൽ കയറ്റി പശ്ചിമ ബംഗാളിലേക്ക് വിട്ടത്. അതേ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഇന്നു മുതൽ പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി ചുമതലയേൽക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിലേറുന്നതോടെ നുഴഞ്ഞുകയറ്റവും കന്നുകാലിക്കടത്തും അത് എന്നേക്കുമായി ഇല്ലാതാകുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. ബി.ജെ.പി. നിയമസഭാ കക്ഷി യോഗത്തിൽ സംസാരിക്കവേ സുവേന്ദു അധികാരിയെ ബി.ജെ.പി. നിയമസഭാ കക്ഷി നേതാവായും ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രിയായും അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബംഗാളിലെ വിജയം കേവലം ഒരു തിരഞ്ഞെടുപ്പ് നേട്ടമല്ല എന്നാണ് അമിത്ഷാ പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിലെ ഏറ്റവും വലിയ പഴുതുകളിലൊന്നാണ് ഈ വിജയത്തിലൂടെ അടയ്ക്കപ്പെടുന്നത്. ബംഗാളിൽ ഇനി നുഴഞ്ഞുകയറ്റവും കന്നുകാലി കടത്തും അസാധ്യമാകും. ഇന്ത്യയിലെ ഓരോ നുഴഞ്ഞുകയറ്റക്കാരെയും തിരിച്ചറിഞ്ഞ് പുറത്താക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തെ അമിത്ഷാ നിശ്ചിതമായി തന്നെ വിമർശിക്കുകയാണ്. മമതയുടെ ഭരണത്തിൽ ഭരണകൂടം രാഷ്ട്രീയവത്കരിക്കപ്പെടുകയും രാഷ്ട്രീയ കുറ്റവാളികൾ രാഷ്ട്രീയമായി തന്നെ അതിനെ കുറ്റവൽക്കരിക്കുകയും ചെയ്തു. കുറ്റവാളികൾക്ക് പശ്ചിമ ബംഗാളിൽ തങ്ങാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മമത ഒരുക്കിക്കൊടുത്തു. ഗുണ്ടായിസം, അഴിമതി, കട്ടുമണി, സിൻഡിക്കേറ്റ് എന്നിവ ബംഗാളിൽ ശാപമായി മാറി. പുതിയ മുഖ്യമന്ത്രി അധികാരമേറ്റ് മാസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ കാരണങ്ങളാൽ തടഞ്ഞുവെച്ചതാണ് ബംഗാളിന്റെ വികസനം മുരടിക്കാൻ ഇത്രയേറെ കാരണമായതെന്ന് അമിത്ഷാ ആരോപിക്കുന്നുണ്ട്. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ബി.ജെ.പി. അധികാരത്തിലുള്ളതോടെ ഇനി ബംഗാളിന്റെ വികസനം ആർക്കും തടയാൻ കഴിയില്ല. ഒഡീസ, ആസാം, ബംഗാൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ കിഴക്കൻ ഇന്ത്യ ഇപ്പോൾ ബി.ജെ.പിയുടെ പതാകയ്ക്ക് കീഴിലാണെന്നും പടിഞ്ഞാറൻ ഇന്ത്യക്കൊപ്പം കിഴക്കൻ മേഖലയും ഇനി വികസിക്കുമെന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ്. സ്ത്രീകൾക്കും സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് ഇറങ്ങാനും അതോടൊപ്പം തന്നെ പൗരന്മാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു സോനാർ ബംഗ്ലാ കെട്ടിപ്പടുക്കുമെന്നാണ് ബി.ജെ.പിയുടെ വാഗ്ദാനം. സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലും കലയിലും ബംഗാൾ വീണ്ടും ഇന്ത്യയുടെ മുഖമായി മാറുമെന്ന് അമിത്ഷാ പറയുന്നുണ്ട്. ബി.ജെ.പിയുടെ വിജയത്തോടെ ബംഗാളിൽ തന്നെ തൃണമൂൽ ഗുണ്ടകളെ ജനങ്ങൾ തന്നെ അടിച്ചോടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കൂടാതെ ബി.ജെ.പി. വിജയിച്ചതോടെ അന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലോടുകൂടി തന്നെ ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ പലായനം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് മമതയുടെ ഇത്രയും കാലത്തെ ഒരു ശക്തി എന്ന് പറയുന്നത് ബംഗ്ലാദേശികളായിരുന്നു. ആ ബംഗ്ലാദേശികളെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ബംഗ്ലാദേശി സംഘങ്ങൾ തീവ്ര രൂപത്തിലുള്ളവർ അവിടെ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. അവരാണ് ഈ ആക്രമണം എല്ലാം തന്നെ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. അവരും ഈ തൃണമൂൽ ഗുണ്ടകളും കൂടെ ചേർന്നിട്ടാണ് പശ്ചിമ ബംഗാളിനെ ഇത്രയേറെ നശിപ്പിച്ചത്. അവരെല്ലാം അടിച്ചോടിച്ച് ഒരു പുതിയൊരു പശ്ചിമ ബംഗാളാക്കി മാറ്റുകയാണ് ഇന്നു മുതൽ ബി.ജെ.പി. ചെയ്യാൻ പോകുന്നത്. കൂടാതെ മമതയുടെ ഭരണത്തിൽ 15 വർഷക്കാലമായി മമത ഭരിച്ച പശ്ചിമ ബംഗാളിൽ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അടച്ചുപൂട്ടിയ ഒരു കാഴ്ചയായിരുന്നു. അതെല്ലാം ഇപ്പോൾ തുറക്കുന്ന ഒരു കാഴ്ചയും കണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ഉത്സവങ്ങൾ, ഏറ്റവും പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നവരാത്രി ഉത്സവങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമായി കൊണ്ടാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.